ഇവിടെന്തോ പാട്ട് പാടാൻ തുടങ്ങി. പാട്ട് പാടല്ല, നമ്മൾ എങ്ങോട്ടാ പോണത്? നമ്മള് പൊന്നുവച്ചിന്റെ വീട്ടിൽ പോവാണ്. പെരുന്നാളാണ്, തലേന്ന് രാത്രി പോവും. നമ്മള് മൈലാഞ്ചി ഇടണം, പിന്നെ അപ്പക്ക് ബീഫൊക്കെ വാങ്ങിക്കണം, അതുപോലെ കറിപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചാണ് കറിപ്പായസം ഒക്കെ ഉണ്ടാക്കുക. അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് നമ്മൾ എവിടെ പോവാണ്? അപ്പം വെൽക്കം ബാക്ക് ടു ഓക്കെ. അപ്പൊ എല്ലാരും പായസം ഉരുട്ടൽ പരിപാടിയാണ് കേട്ടോ. അമ്മ പൊടിയൊക്കെ ഉരുട്ടി വെച്ചിട്ട് അപ്പൊ നമ്മള് പായസം ആമി എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതാ പൊന്നുവച്ച് ചെയ്ത മാതിരി കേട്ടോ. ഇതേപോലെ ചെറുതാക്കിട്ട് അതന്നെ മതിയോ? അത് വെറുതെ മടി. ടീച്ചർ മാത്രമേ കൊടുക്കുമ്പല്ലേ സുബ്ഹാനല്ലാഹ് പറഞ്ഞു തുടങ്ങും. ഇന്നിപ്പോ വണ്ടിയില് ഫുൾ അല്ലാഹു അക്ബർ. ചെല്ലി ചെല്ലിക്കോ പപ്പു. അതില് ഫോക്കസ് അപ്പൊ നിക്ക്. ഇത് ഓയിലാണോ അല്ല വെളിച്ചെണ്ണ? ആദ്യം വെല്ലിമ്മ ഉരുട്ടുന്നു അല്ലേ? നമ്മളൊരു പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാല് തുടരുന്ന പഠിപ്പിക്കുന്ന പായസം എന്റെ വേല കഴിഞ്ഞാല് നല്ല രസം ഉണ്ടാവും. നീ എന്തായാലും പഠിക്കും. നീക്ക് ഭയങ്കര ഇഷ്ടം കറിപ്പായസം. നീക്ക് ഇഷ്ടമാണല്ലോ പായസം. കൂടെ ചെയ്യണേ. ഓരോ ചിലപ്പോ വലിയൊരു ടേസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാര്. അമ്മനോട് വരാൻ പറഞ്ഞിരിക്കുകയാണ്. ഉരുട്ടിനെ കണ്ടിട്ടൊക്കെ ഉണ്ടാവില്ല. നീ അതങ്ങനെ പൊടിക്കണ്ട. അത് രാവിലെ റെഡി. അതല്ല ഉരുട്ടൽ. അമ്മ പാപ്പൂക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പോവാണ്. നന്നായിട്ട് ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. മെഹന്തി ഉള്ളില് ഞാന് ഇങ്ങനത്തതാണ്, പുറത്ത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇതൊരു ഈസ്തറ്റിക്കും ഇത് ഇതും ഇത് ഡിസൈൻ കൊടുത്ത. സംസാരിക്കാൻ വയ്യ. ഇപ്പൊ മാസം കണ്ടത് ഞങ്ങൾക്ക് പണി കിട്ടി. ഞങ്ങൾ ഉച്ചക്കെ ഉണ്ടാക്കി അപ്പോൾ ഇത് പായസത്തിന് വേണ്ട ഇതേപോലെ ഇങ്ങനെ പിടി ഉരുട്ടാന്ന് പറയട്ടോ. അപ്പോൾ ഇത് എല്ലാം ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇതിപ്പോൾ ഒരുപാടുണ്ട്, നമ്മൾ എല്ലാവരും വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകും കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. പിന്നെ ആമിക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനും വന്നതാട്ടോ.
തലേ ദിവസമായിട്ടൊന്നുമില്ല, ഇറച്ചി അധികം കാണിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മളെ ഇതാവുണ്ട് പിടിപ്പായസത്തിൻ്റെ സാധനങ്ങൾ, പിന്നെ തേങ്ങാപ്പാലെടുത്തുണ്ട്, കറിപ്പായസം, സോറി പിടിപ്പായസം എന്ന് പറഞ്ഞിട്ട് മോശമാക്കിയിരുന്നു. പെട്ടെന്നാവൂല്ലേ. അപ്പോൾ കറിപ്പായസത്തിന് വേണ്ട തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇതിനൊരു 3 തേങ്ങയൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചധികം പണിയുള്ള പരിപാടിയാണ് ഈ കറിപ്പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതവിടെ ആമി മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ കറിപ്പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കയറി കണ്ടാൽ മതി. അതിൽ ഇതിൻ്റെ ഫുൾ സ്റ്റെപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കണം, അതൊക്കെയാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ ഇതേപോലെ ഉപ്പാൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളിപ്പം രാവിലെ നേരത്തെ പള്ളിയിലൊക്കെ പോകേണ്ടതുകൊണ്ട് എല്ലാം എന്താ പറയുക രാത്രി തന്നെ എല്ലാം അയൺ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഉറക്കം ഭയങ്കര കുറവായിരിക്കും. എല്ലാവരും മൈലാഞ്ചി ഇടൽ, ഇതേപോലെ കറിപ്പായസം ഉണ്ടാക്കുക, പിന്നെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പണികളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രാവിലെയാണ് കേട്ടോ അത്. നാസി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. നമ്മൾ രാത്രി ഒരുപാട് ലേറ്റായിട്ടോ വന്നത്, അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക വേഗം കയറി കിടന്നു. അപ്പോൾ രാവിലെ പിന്നെ നമ്മൾ നേരത്തെ എണീക്കുകയും ചെയ്തു, കാരണം പള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നാസി പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രഷായി നിസ്കരിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. അപ്പോൾ രാവിലെ എണീറ്റു. ഇനി എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് ഒരുങ്ങി സെറ്റായിട്ട് നമുക്ക് പോകണം അല്ലേ, പൊന്നുമ്മച്ചിൻ്റെ വീട്ടിലൊക്കെ പോകണം. അപ്പം നമസ്കരിക്കാൻ പോയതാണ്. അപ്പൊ തിരിച്ചിങ്ങോട്ട് വരാം. എനിക്ക് തുമ്മി പോയതായിരുന്നു. അപ്പം തുമ്മിയതിന് മരുന്നൊക്കെ കഴിക്കണം. പിന്നെ ആമിക്കുട്ടി ഇവിടെ എണീറ്റിട്ടുണ്ട്. പിന്നെ ഒരു കറിപ്പായസമൊക്കെ കുടിക്കുകയാണ് രാവിലെ. അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആവണം അല്ലേ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് മൈലാഞ്ചിയൊക്കെ കാണിച്ചു തരണം. ഓക്കെ. പള്ളിയിൽ നിന്ന് തക്ബീറൊക്കെ ചൊല്ലുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതാണ് നോമ്പറിന്റെ എല്ലാം നമ്മളുടെ ഹൃദയത്തിലുണ്ടാവും. ഓക്കെ, ഹൃദയത്തിലുണ്ടാവും. ഓക്കെ ഓക്കെ, എന്നാൽ പിന്നെ എല്ലാവരും റെഡി ആവാം കേട്ടോ. നമ്മൾ തറവാട്ടിൽ പോകണം കേട്ടോ. എല്ലാവരും റെഡിയായി. ഇനി നേരെ തറവാട്ടിലേക്ക്. അപ്പം നമ്മളെല്ലാവരും കൂടെ തറവാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുക, രാവിലെ ഫസ്റ്റ് ഫുഡ് കഴിക്കുക അല്ലേ അപ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം വന്നിട്ടുണ്ട്. പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. അപ്പം എല്ലാവരുടെയും ഡ്രസ്സും ഔട്ട്ഫിറ്റൊക്കെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം അല്ലേ. നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യാം അവർ. അപ്പം അതുകൊണ്ട് അവിടെ ചെന്നിട്ട് നേരെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ പരിപാടി. അതെ, അപ്പം നമ്മളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ വഴി നമുക്ക് ഇങ്ങനെ കാണാം. അപ്പം നമ്മൾ തറവാട് എത്താനായി കേട്ടോ. എത്തി. നീയൊക്കെ ഉണ്ട്. അവിടെ ബ്ലൂ ആൾക്കാരൊക്കെ ഉണ്ട്. അബ്ബയൊക്കെ ബ്ലൂ ആയിരുന്നു. പിന്നെ അബ്ബ വേറെ ഷർട്ടൊക്കെ ഇട്ടു. അപ്പൊ ഉമ്മ ഈദ് മുബാറക്. പാപ്പ ഊരണ്ട, അതിട്ടിട്ട് ഫോട്ടോ വീഡിയോ എടുക്കാം. അതിൽ ചളിയൊന്നുമില്ലല്ലോ, അത് ഊരണ്ട. ഒരാൾക്ക് എറിക്കാം. ഞാൻ റെഡിയാക്കി തരാം. കൊണ്ടുപോവാ. ഇവിടെ ലിവർ വരട്ടിയതുണ്ട്, ബീഫുണ്ട്. അമ്മ വരും കുറച്ച് കഴിയുമ്പോ. പെരുന്നാൾ പൈസ കൊടുക്കാൻ കേട്ടോ എല്ലാവർക്കും. അമ്മ ഇപ്പൊ വരുമല്ലോ കുറച്ച് കഴിയുമ്പോ. വരും.
അമ്മൂനെ കൂട്ടിയിട്ട് വന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ തറവാട്ടിൽ നിന്നാണ് കേട്ടോ ഫസ്റ്റ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ഫസ്റ്റ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും. വീട്ടിൽ നമ്മൾ ഫുഡൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിന് ശേഷമേ അത് കഴിക്കുള്ളൂ കേട്ടോ. ഈ ഓരോ കൂടെ നിൽക്കാമേ. ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നമ്മളെല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഉമ്മാനെയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ അടുത്ത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പോയിട്ട് വരാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളെല്ലാവരും പോവാ കേട്ടോ. ഈ ഒരൊറ്റ വണ്ടിയിൽ എല്ലാവരെയും കൂടെ കുത്തി കയറ്റിയിട്ടുണ്ട്. അടുത്ത് വരുന്ന ആള് നാസി BMW വാങ്ങിക്കുന്നത്. അത് ചെയ്യാം. മോളെ പേരൊന്ന് പറഞ്ഞോ, കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടില്ല. അപ്പൊ 6 months to 1 year അടുത്തായി. കുറച്ച് സ്ഥലത്തൊക്കെ ചുറ്റി കറങ്ങി വന്നിട്ടുണ്ട്. ഇനി വീട്ടിൽ പോവാ. ഇനി അവരൊക്കെ വരും. പിന്നെ ആദ്യയുടെ വീട്ടിൽ പോകണം. അപ്പോഴേക്കും നമ്മള് നേരെ വീണ്ടും ഡ്രസ് ഇടുന്നതായിരിക്കും. ഓക്കെ. ഞാൻ വീഡിയോ എടുത്ത വെച്ചാൽ ഞാൻ ഫുഡ് ഞങ്ങൾ സംസാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഞാൻ ഞങ്ങള് അവിടുന്ന് ശേഷം അല്ല അതാരാ അവിടെ വന്നേ? രണ്ടാൾക്കാർ. അപ്പൊ നമ്മളെ വീട്ടില് ബിരിയാണി ഉണ്ടാക്കി. നാസിന്റെ ബീഫ് ബിരിയാണി കേട്ടോ. പായസം കൊടുക്കുന്നില്ല. സോറി അല്ല, വീട്ടിൽ നിന്ന് കുടിക്കണം. അവിടെ നിന്ന് തരൂല്ല പായസം ഒന്നും. നീ എന്നോട് നീയെ ചോദിച്ച് ആമി വെറുതെ എവിടുന്ന പുട്ടും ബീഫ് കഴിച്ചേ? നമ്മളെ കറിപ്പായസം കേട്ടോ. നമ്മളെ വീട്ടില് ഉണ്ടാക്കുന്ന തറവാട്ടിലുണ്ടാക്കിയ കറിപ്പായസം ഇന്നലെ ഉണ്ടാക്കി. ഇതിനിവിടെ ഭയങ്കര ഡിമാൻഡാണ്. എല്ലാരും കഴിക്കാണ്. ഇതില് പഴവും പരിപ്പും ഒക്കെ ആയിട്ടുള്ള സാധനമാണ്. ആദ്യം എന്താ പറഞ്ഞേ? അല്ല, ഈ ഇവിടെ വന്നിട്ട് എപ്പോഴാ ഡിമാൻഡ് കാണിക്കുള്ളേ? വേഗം കഴിച്ചോ. ക്വാണ്ടിറ്റി കുറവായിട്ട് ഇന്ന് പ്ലേറ്റിന്റെ ഉദ്ഘാടനമാണ്. ഫസ്റ്റ് ടൈമാണ്. ഇരുന്നിരുന്ന് അവിടെ ഇരുന്ന് കഴിച്ചു.
തമിഴ്നാട്ടിൽ കുക്കർ വലിയ കുക്കറുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എന്താ അപ്പൊ ആദ്യം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എന്റെ ചെരുപ്പല്ല. ആ എങ്ങോട്ടാ? എന്റെ വീട്ടിലേക്ക്. താല്പര്യമില്ല. നിന്റെ ചെരുപ്പിന് കേട്ടോ. ആ നിനക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇല്ല. എന്റെ പോവാ വേണേ കേറി ചെയ്തോ. അതെന്റെ അവിടുന്ന് ഫോട്ടോ കാണിച്ചെടുക്കണ്ട. എങ്ങോട്ടേക്ക് നടന്നേ? ഒരു പൂതി എന്റെ റൂമിന്റെ എപ്പിടെ എന്തിനാ വിളിക്കുന്നത്? അയ്യോ കാട്ടിനുള്ളിൽ കൂടെ ഒക്കെ വരുന്നത്. നിങ്ങളെ മൊത്തം ഫാമിലി ഫോട്ടോ എടുത്തോ. അല്ലല്ല ഇത് ഫോട്ടോ ഇവിടെ ഫുൾ ഫോട്ടോ എടുക്കലാണ് കേട്ടോ. അവിടെ നിൽക്ക്. ഈ ആ ഗ്ലാസ് ഒക്കെ ആദി ജർമ്മൻ ഗിഫ്റ്റ് പെരുന്നാളായിട്ട് പാപ്പുനെ കാണിച്ചേ. നീ നിന്നു. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇത് മുബാറക്. അടിപൊളി. ഇതിപ്പോ മുർഷിയാകുന്നു. അതാ ആമി വരുന്നുണ്ട്. ആമി പോന്ന് പേടിച്ചിട്ട്. ലസിത്താനോട് പോണ മുഴുവൻ നോമ്പെടുത്ത് കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്ന കഴിഞ്ഞ വർഷം പറയും. കഴിഞ്ഞ വർഷം പറഞ്ഞ അനക്കുള്ള പൈസ പൈസ പെരുന്നാൾ പൈസയാണ് അതിന്റെ. കുറച്ച് ബാക്കോട്ടൊക്കെ ഞാൻ തന്നെ കാണില്ല. ഒരു 500 കൂടി ഉണ്ട് കൂട്ട്. അത് നോക്കണ്ട. അല്ല ഈ 500 രൂപ കൂട്ടാ ഇപ്പൊ. അപ്പൊ 500 1500 1500 1700 1900 2000 പ്രിങ്കു ആണ് ഇവിടുത്തെ 2200 സെറ്റ്. 30 നോമ്പെടുത്ത് അല്ല 29. 29. അപ്പൊ അടിപൊളി. കാണിച്ചാ മതി പൈസ കാണിച്ചേ. അടി നല്ല ഭക്ഷണമൊക്കെ കഴിക്കും. അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഹാദീന്റെ വീട്ടിലാണ്. അങ്ങനെ ഏകദേശം അല്ല, ഇവിടെ ഒരു ദുബായിന്റെ ഒരാളുണ്ട്. ദുബായിന്ന് വന്നൊരാളുണ്ട്. അപ്പൊ എല്ലാരും വീണ്ടും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതെ. ഇപ്പൊ രാത്രി സമയം എത്ര മണി? 9 മണിയാവാനായി. അപ്പൊ ഞങ്ങൾ ഇനി ഇന്നത്തെ പരിപാടികളൊക്കെ പരിപാടി എല്ലാം കലാശായിരിക്കും. അതെ. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് നമ്മളൊരു ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് കിടക്കും. കാരണം അമ്മക്കൊക്കെ ഒരു ദോശ വേണമെന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇല്ല, മുഴുവൻ പറഞ്ഞു കഴിയട്ടെ. അപ്പൊ നമ്മള് എന്താ പറയാ, ഇനിയിപ്പം പൊന്നുമ്മച്ചിയൊക്കെ ഇവിടെ നിൽക്കും. അങ്ങനെ അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികളുണ്ടോ. ഇനിയിപ്പം വീട്ടിൽ പോവാ. ഇവിടെ ഫുൾ നോമ്പെടുത്തവരുണ്ട്.
അതായത് പകുതി ഒരു 25 വരെ എടുത്തവരുണ്ട്, 26 വരെ എടുത്തവരുണ്ട്. അങ്ങനെ റമദാനും നോമ്പൊക്കെ കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത ഇനി വലിയ പെരുന്നാളിന് ബൈ ബൈ. ബൈ. അവൻ ഉണ്ടാവാൻ ഞാൻ ലീവ് ആദ്യം എനിക്ക് ഖത്തറിൽ പോകില്ല. അയ്യോ ഇനി അവിടെ വരും വലിയ പെരുന്നാളിന്. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തു നമ്മള്. അതെ, അപ്പുക്കുട്ടൻ ഉണ്ടോ അവിടെ? അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ 17 അപ്പുക്കുട്ടൻ. തറവാട്ടിലായതാ 17 ആ പാപ്പനെ അങ്ങനെ. 17 എന്ന് പറയുന്നത് 17 Pro Max. ഓ അത് ഫസ്റ്റ് ഗൾഫ് രാജ്യങ്ങളിൽ മാസം കണ്ടിട്ട് ഇവിടെ മാസം കാണുക. എന്നാ ശരി ഗൈസ്, ബൈ.